കുറേ നാളായി ഞാൻ സദ്യ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോയി ഞാനിത് നല്ല സദ്യ വെട്ടി വൈകിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ്, ട്രിവാൻഡ്രം ഫുഡ് പൊള്ളിയാണ്. പിന്നെ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും വൈശും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നു. സൺഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. കുറച്ച് സമയം എന്തായാലും ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ കാഷ്വാലിറ്റി കയറി കിടന്നു. ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇതേ ഇഞ്ചക്ഷനും വെച്ച് നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വൈഷുവാണ് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി വന്നത്. പക്ഷെ എനിക്ക് ചായ വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ചായനെ കൊണ്ട് 2 പേര് ഷെയർ ചെയ്ത് കുടിച്ചു. പിന്നെ ഒരു മിൽക്ക് ബിക്കീസും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളിത് ബീഡ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മാലയാക്കാനുള്ള കുറച്ച് ബീഡ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ ഒരു ഫാൻസി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു കമ്മൽ വാങ്ങിക്കണമായിരുന്നു. കുറേ നാളായി ഞാനൊരു കമ്മലിന് തപ്പുന്നു. കാരണം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കമ്മലാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ കുറേ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കമ്മൽ മാത്രം കിട്ടിയില്ല. പിന്നെ എനിക്ക് സ്പോഞ്ച് വേണമായിരുന്നു. അങ്ങനെ മേക്കപ്പ് സ്പോഞ്ചാണ്. അപ്പം ഞാൻ അതും കൂടി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു വട്ട കേസ് ഇവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മേക്കപ്പ് സ്പോഞ്ച് ഈ ഒരു മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വെച്ച് ഈ ഒരു മോഡൽ വാങ്ങിക്കാമെന്ന് കരുതി. വൈഷു കുറേ തപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട യെല്ലോ കളറാണ്, എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ഇത് യെല്ലോ കളറായി ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി വന്ന് മേക്കപ്പ് സ്പോഞ്ചും വാങ്ങിപ്പോയ അവസ്ഥയാണ് പിന്നെ ഇത് ഫ്രൈഡ് ചിക്കൻ വാങ്ങി കഴിക്കുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മയോണൈസ് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഒരു വാരി വലിച്ച് കഴിക്കും പോലെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിതൊരു ബംഗാളി ചേട്ടൻ്റെ കടയിലെത്തി. നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് കമ്മൽ വാങ്ങിക്കുന്നത്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കമ്മലുണ്ട്. വലിയൊരു ഷോപ്പാണ്. അവിടെ നിന്ന് നമ്മൾ നമുക്ക് ഏത് തരത്തിലുള്ള കമ്മൽ വേണമെങ്കിലും അവിടെ ഉണ്ടാവും. 30 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര കളക്ഷനാണ് അവിടെ. ഒരുപാട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു കമ്മൽ കട ഉള്ളത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉള്ള കടയാണ് ഇത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കമ്മൽ ഇവിടെയും ഇല്ല. അങ്ങനെ ഞാൻ കുറേ നോക്കി അവസാനം കിട്ടാതായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് നേരെ ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോയുമായി നാളെ വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.